മജ്ജ്മനികായ 138 ഉദ്ദേശവിഭംഗ സൂത്ത്. ഒരു വ്യക്തി എന്ന് പറയുന്നത് 5 സ്കന്ധങ്ങളോട് കൂടിയതാണ്. രൂപം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സ്കന്ധം. ഇനി മനസ്സിൻ്റെ 4 സ്കന്ധങ്ങൾ: വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം. ഒരു കാരണവശാലും നമ്മൾ ഇതിൽ ഒരു കാര്യത്തോടും ആസക്തരാകരുത്. അതാണ് ഈ സൂത്രത്തിൻ്റെ ഉള്ളടക്കം. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു: ഭിക്ഷുക്കളെ, പറഞ്ഞാലും ബന്ദേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, ഞാൻ നിങ്ങൾക്ക് ഉദ്ദേശവിഭംഗം എന്ന് പറയുന്ന ഉപദേശം തരാം. അതിനെ കേൾക്കുക, ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഞാൻ പറയാം. ശരി ബന്ദേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഒരു ഭിക്ഷു സ്വയം തന്നെ പരിശോധിക്കണം. തൻ്റെ വിജ്ഞാനം പുറത്ത് ചിതറരുത്, ഉള്ളിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യരുത്. ഉപാദാനം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നതിനാൽ അവർക്ക് പ്രയാസവും ഉണ്ടാകരുത്. ഇപ്രകാരം അവർക്ക് പ്രയാസം അല്ലെങ്കിൽ കഷ്ടം ഉണ്ടാകുന്നില്ല എങ്കിൽ അവർക്ക് ഒരിക്കലും ദുഃഖമുണ്ടാകില്ല. പുനർജന്മമോ വാർദ്ധക്യമോ മരണമോ ഭാവിയിൽ ഒരിക്കലും ഉണ്ടാകുകയില്ല. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഇത് പറഞ്ഞതിന് ശേഷം ഭഗവാൻ സ്വന്തം ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. അതിനുശേഷം തൻ്റെ വിഹാരത്തിൽ പ്രവേശിച്ചു. ഭഗവാൻ പോയ ഉടനെ ആ ഭിക്ഷുക്കൾ ഇങ്ങനെ ചിന്തിച്ചു: ഭഗവാൻ സംക്ഷിപ്തമായിട്ടാണ് ഈ ഉപദേശം തന്നത്. അതിനുശേഷം ഇതിൻ്റെ അർത്ഥം വ്യക്തമാക്കാതെ അദ്ദേഹം തൻ്റെ വിഹാരത്തിൽ പ്രവേശിച്ചു. ഈ സംക്ഷിപ്തമായിട്ടുള്ള ഉപദേശത്തിൻ്റെ വിസ്തൃതമായിട്ടുള്ള അർത്ഥം ആർക്ക് പറഞ്ഞു തരാൻ സാധിക്കും? അപ്പോൾ ആ ഭിക്ഷുക്കൾ ഇങ്ങനെ പറഞ്ഞു: ആയുഷ്മാൻ മഹാകച്ചാനെ ഭഗവാൻ വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ സഹബ്രഹ്മചാരികളും പ്രശംസിച്ചിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞ ഈ സംക്ഷിപ്ത ഉപദേശത്തിൻ്റെ വിസ്തൃതമായിട്ടുള്ള അർത്ഥം പറഞ്ഞു തരാൻ അദ്ദേഹം യോഗ്യനാണ്. നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാം, എന്നിട്ട് ഈ കാര്യത്തെപ്പറ്റി അദ്ദേഹത്തോട് ചോദിക്കാം. അതിനുശേഷം ആ ഭിക്ഷുക്കൾ ആയുഷ്മാൻ മഹാകച്ചാൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തെ വന്ദിച്ചു, കുശൽ പ്രശ്നങ്ങൾ ചെയ്തു. വന്ദനയും കുശല പ്രശ്നങ്ങളും കഴിഞ്ഞതിന് ശേഷം അവർ ഒരു ഭാഗത്ത് ഇരുന്നതിന് ശേഷം ആയുഷ്മാൻ മഹാകച്ചാനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ദയവ് ചെയ്ത് ആയുഷ്മാൻ മഹാകച്ചാനൻ ഈ ഉപദേശത്തെ വിസ്തരിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞാലും. അപ്പോൾ ആയുഷ്മാൻ മഹാകച്ചാനൻ ആ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു: ഭിക്ഷുക്കളെ, ഒരു വ്യക്തിക്ക് മരത്തിൻ്റെ കാതൽ ആവശ്യമുണ്ട്. മരത്തിൻ്റെ കാതൽ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ആ വ്യക്തി ഒരു വലിയ കാതലുള്ള മരം കാണുന്നു. എന്നാൽ ആ മരത്തിൻ്റെ വേരും തടിയെയും ഉപേക്ഷിച്ച് അവർ അതിൻ്റെ ഇലകളിലും അതേപോലെ തന്നെ ചില്ലകളിലും മരക്കാമ്പിനെ അന്വേഷിക്കുന്നു, മരക്കാതലിനെ അന്വേഷിക്കുന്നു. ഇങ്ങനെയാണ് ആയുഷ്മാന്മാരായിട്ടുള്ള നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഭഗവാനുമായിട്ട് മുഖാമുഖം ഇരുന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തോട് നിങ്ങൾ ചോദ്യം ചോദിച്ചില്ല. അതിനു പകരം ഈ കാര്യത്തെപ്പറ്റി എന്നോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഭിക്ഷുക്കളെ, എന്തെന്നാൽ അദ്ദേഹം ഭഗവാനാണ്, എല്ലാം അറിയുന്ന വ്യക്തിയാണ്, എല്ലാം കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹം ചക്ഷുവാണ്, അദ്ദേഹം ജ്ഞാനമാണ്, അദ്ദേഹം ധമ്മമാണ്, അദ്ദേഹം ബ്രഹ്മമാണ്. അദ്ദേഹം വക്താവാണ്, അദ്ദേഹം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ്, അർത്ഥത്തെ വിശദമാക്കുന്ന വ്യക്തിയാണ്, അമൃതത്തെ കൊടുക്കുന്ന വ്യക്തിയാണ്, ധമ്മത്തിൻ്റെ സ്വാമിയാണ്, തഥാഗതനാണ്. ആ സമയത്ത് നിങ്ങൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഈ കാര്യത്തെ ചോദിക്കേണ്ടിയിരുന്നു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞ വിധത്തിൽ ആ ഉത്തരത്തെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു: ആയുഷ്മാൻ കച്ചാന, തീർച്ചയായിട്ടും അദ്ദേഹം ബുദ്ധനാണ്, അദ്ദേഹം എല്ലാം അറിയുന്ന വ്യക്തിയാണ്, കാണുന്ന വ്യക്തിയാണ്, ചക്ഷു ആണ്, ജ്ഞാനമാണ്, ധർമ്മമാണ്, ബ്രഹ്മമാണ്. അദ്ദേഹം വക്താവാണ്, ധർമ്മത്തെ വിവരിക്കുന്ന വ്യക്തിയാണ്, അർത്ഥത്തെ പറഞ്ഞു തരുന്ന വ്യക്തിയാണ്, അമൃതത്തെ തരുന്ന വ്യക്തിയാണ്, ധമ്മസ്വാമിയാണ്, തഥാഗതനാണ്. ആ സമയത്ത് ഭഗവാനോട് ഇതിൻ്റെ കാര്യത്തെപ്പറ്റി ചോദിക്കേണ്ടിയിരുന്നു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞ പ്രകാരം ഈ കാര്യം ഞങ്ങൾ ഓർക്കേണ്ടതുണ്ടായിരുന്നു. എന്നാലും ആയുഷ്മാൻ കച്ചാനെ ഭഗവാൻ വളരെ പ്രശംസിച്ചിട്ടുണ്ട്, സബ്രഹ്മചാരികളും പ്രശംസിച്ചിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞ സംക്ഷിപ്തമായിട്ടുള്ള ഈ പ്രസ്താവനയുടെ വിസ്താരമായിട്ടുള്ള അർത്ഥം പറഞ്ഞു തരാൻ അദ്ദേഹം യോഗ്യനാണ്. താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യത്തെപ്പറ്റി ഞങ്ങളോട് വിവരിച്ചു തന്നു കഴിഞ്ഞാലും. അപ്പോൾ ആയുഷ്മാൻ മഹാകച്ചാനൻ ആ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു: അങ്ങനെയാണെങ്കിൽ ശരി മിത്രങ്ങളെ, ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ പറയാം. ശരി മിത്രമേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ആയുഷ്മാൻ മഹാകച്ചാനൻ ഇങ്ങനെ പറഞ്ഞു: മിത്രങ്ങളെ, ഭഗവാൻ ഈ സംക്ഷിപ്ത പ്രസ്താവന നൽകി. അതിനുശേഷം അതിൻ്റെ വിസ്താരമായിട്ടുള്ള അർത്ഥം പറഞ്ഞിട്ടില്ല. ഒരു ഭിക്ഷു ഇങ്ങനെ നിരീക്ഷിക്കണം:
അവരുടെ വിജ്ഞാനം എന്ന് പറയുന്നത് ഒരിക്കലും പുറത്ത് ചിതറിപ്പോകരുത്, അത് ഉള്ളിലും ഒട്ടിപ്പിടിക്കരുത്. ഉപാദാനമില്ലാത്ത കാരണം, ആസക്തി അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കലില്ലാത്തത് കാരണം അവരുടെ മനസ്സിൽ കഷ്ടവും ഉണ്ടാകുന്നില്ല. ഈ തരത്തിലാണെങ്കിൽ അവർ ഒരിക്കലും കഷ്ടം അനുഭവിക്കുന്നില്ല, അവർക്ക് ദുഃഖത്തിൻ്റെ സമുദയവും ഉണ്ടാകുന്നില്ല. പുനർജന്മമോ വാർദ്ധക്യമോ മരണമോ ഭാവിയിൽ അവർക്ക് ഉണ്ടാകുന്നില്ല, അതായത് അവർ മുക്തരാകുന്നു. മിത്രങ്ങളെ, ഇതിനെപ്പറ്റി ഇപ്രകാരമാണ് ഞാൻ വിശദമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കുന്നത്. മിത്രങ്ങളെ, എപ്രകാരമാണ് നമ്മളുടെ വിജ്ഞാനം പുറത്ത് ചിതറി പോകുന്നത്? ഒരു ഭിക്ഷുവിൻ്റെ കാര്യം എടുക്കുക. ആ ഭിക്ഷു സ്വന്തം കണ്ണുകൊണ്ട് ഒരു രൂപം കാണുന്നു. അപ്പോൾ അവരുടെ വിജ്ഞാനം എന്ന് പറയുന്നത് ആ രൂപത്തിൻ്റെ പുറകെ പോകുന്നു, അതിൽ ബന്ധിതമാകുന്നു, അതിൽ ആസക്തമാകുന്നു. അതിൻ്റെ ആസ്വാദനത്തിനാൽ അവർ അതിൽ ബന്ധിതരാകുന്നു. അതിനാൽ അവരുടെ വിജ്ഞാനം പുറത്ത് ചിതറിക്കിടക്കുകയാണ് എന്ന് പറയപ്പെടുന്നു. ഇതേപോലെ തന്നെയാണ് അവർ കാതുകൾ കൊണ്ട് ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത്, മൂക്കുകൊണ്ട് ഗന്ധം ശ്വസിക്കുന്ന സമയത്ത്, നാവുകൊണ്ട് രസം രുചിക്കുന്ന സമയത്ത്, ശരീരം കൊണ്ട് സ്പർശം അനുഭവിക്കുന്ന സമയത്ത്, മനസ്സുകൊണ്ട് അവർ ധർമ്മം അനുഭവിക്കുന്ന സമയത്ത് അവരുടെ മനസ്സ് ആ ധർമ്മത്തിൻ്റെ പിറകെ പോകുന്നു, അതിൽ ബന്ധിതമാകുന്നു, അതിൽ ആസക്തമാകുന്നു, അതിൻ്റെ ആസ്വാദനത്തിലാൽ അവർ ബന്ധിതനാകുന്നു. അതിനാൽ അവരുടെ വിജ്ഞാനം പുറത്ത് ചിതറിക്കിടക്കുന്നു എന്ന് പറയുന്നു. ഇപ്രകാരമാണ് മിത്രങ്ങളെ നമ്മുടെ മനസ്സിലെ വിജ്ഞാനം പുറത്ത് ചിതറിപ്പോകുന്നത്. മിത്രങ്ങളെ, പുറത്ത് എങ്ങനെയാണ് വിജ്ഞാനം ചിതറിപ്പോകാത്തത്? ഒരു ഭിക്ഷുവിൻ്റെ കാര്യമെടുക്കാം. ആ ഭിക്ഷു കണ്ണിനാൽ ഒരു രൂപം കാണുന്നു. ആ ഭിക്ഷു ആ കണ്ണിൻ്റെ രൂപത്തിൻ്റെ പുറകെ പോകുന്നില്ല, അതിനോട് ആസക്തരാകുന്നില്ല, അതിൽ ബന്ധിതരാകുന്നില്ല, അതിൻ്റെ ആസ്വാദനത്താൽ അവർ ബന്ധിതരാകുന്നില്ല. അതിനാൽ അവരുടെ വിജ്ഞാനം പുറത്ത് ചിതറിപ്പോകുന്നില്ല. അതേപോലെ തന്നെയാണ് അവർ കാതുകൾ കൊണ്ട് ശബ്ദം കേൾക്കുന്ന സമയത്ത്, മൂക്കുകൊണ്ട് ഗന്ധം മണക്കുന്ന സമയത്ത്, നാവ് കൊണ്ട് രുചി അറിയുന്ന സമയത്ത്, ശരീരം കൊണ്ട് സ്പർശിക്കുന്ന സമയത്ത്, മനസ്സിൽ ഒരു ധർമ്മം ഉണരുന്ന സമയത്ത് ആ ധർമ്മത്തിൻ്റെ പിറകെ അവരുടെ വിജ്ഞാനം പോകുന്നില്ല, അതുമായിട്ട് അവരുടെ വിജ്ഞാനം ബന്ധിതമാകുന്നില്ല, ആസക്തമാകുന്നില്ല, അതിൻ്റെ ആസ്വാദനത്താൽ ബന്ധിതമാകുന്നില്ല. അതിനാൽ അവരുടെ വിജ്ഞാനം പുറത്ത് ചിതറിപ്പോകുന്നില്ല. ഇപ്രകാരമാണ് അവരുടെ വിജ്ഞാനം പുറത്ത് ചിതറിപ്പോകാത്തത്. മിത്രങ്ങളെ, എപ്രകാരമാണ് അവരുടെ വിജ്ഞാനം അകത്ത് ഒട്ടിപ്പിടിക്കുന്നത്? ഭിക്ഷുക്കളെ, ഉദാഹരണമായിട്ട് ഒരു ഭിക്ഷുവിൻ്റെ കാര്യം എടുക്കുക. കാമങ്ങളില്ലാതെ, അകുശല ധർമ്മങ്ങളില്ലാതെ ആ ഭിക്ഷു വിതർക്ക വിചാര പീതി സുഖം ഏകാഗ്രതയോടുകൂടി ഒന്നാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അവരുടെ വിജ്ഞാനം പീതി സുഖത്തിൽ പുറകെ പോകുന്നു, ആ പീതി സുഖത്തോട് ബന്ധിതമാകുന്നു, ആസക്തമാകുന്നു, ആ പീതി സുഖത്തിൻ്റെ ആസ്വാദനം മൂലം ബന്ധിതമാകുന്നു. അതിനാൽ അവരുടെ മനസ്സ് ഉള്ളിൽ ഒട്ടിപ്പിടിക്കുന്നു. അതായത് ഒന്നാമത്തെ ധ്യാനത്തിൽ നമ്മൾ എത്തുന്ന സമയത്ത് വിതർക്ക വിചാര പ്രീതി സുഖമുണ്ടാകുന്ന സമയത്ത് ആ പ്രീതി സുഖത്തിൻ്റെ ആസ്വാദനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഉള്ളിൽ ഒട്ടിക്കിടക്കുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം മിത്രങ്ങളെ, ആ ഭിക്ഷു രണ്ടാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ വിതർക്ക വിചാരങ്ങളില്ല, അവിടെ പ്രീതി സുഖം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ വിജ്ഞാനം ആ സമാധിയാലുണ്ടായ പ്രീതി സുഖത്തിൻ്റെ പുറകെ പോകുന്നു. ആ പ്രീതി സുഖത്തിൽ അവർ ആസക്തരാകുന്നു, ബന്ധിതരാകുന്നു. ആ പ്രീതി സുഖത്തിൻ്റെ ആസ്വാദനം മൂലം അവർ സ്വയം ബന്ധനസ്ഥരാകുന്നു. അതിനാൽ അവരുടെ മനസ്സ് ഉള്ളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. വീണ്ടും മിത്രങ്ങളെ, ആ ഭിക്ഷു പ്രീതിയെ ഉപേക്ഷിച്ചുകൊണ്ട് മൂന്നാമത്തെ ധ്യാനത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ അവരുടെ വിജ്ഞാനം ഉപേക്ഷ അല്ലെങ്കിൽ സമത അതിനെ പിന്തുടരുന്നു. അവരുടെ മനസ്സ് ആ ഉപേക്ഷ സുഖത്തിൽ ബന്ധിതമാകുന്നു, ആസക്തമാകുന്നു. ഉപേക്ഷ സുഖത്തിൻ്റെ ആസ്വാദനം മൂലം അവർ ബന്ധിതരാകുന്നു. അതിനാൽ അവരുടെ മനസ്സ് അവരുടെ ഉള്ളിൽ തന്നെ ഒട്ടിപ്പിടിക്കുന്നു. വീണ്ടും മിത്രങ്ങളെ, ആ ഭിക്ഷു സുഖത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, ദുഃഖത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, സോമനസ ദോമനസത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അദുഃഖ അസുഖം ആയിട്ടുള്ള നാലാമത്തെ ധ്യാനത്തിലെത്തിച്ചേരുന്നു. അപ്പോൾ അവരുടെ വിജ്ഞാനം ആ അദുഃഖ അസുഖ അനുഭവത്തെ പിന്തുടരുന്നു. ആ അദുഃഖ അസുഖ, അതായത് ന്യൂട്രലായിട്ടുള്ള ആ വേദനകളോട് അവർ ആസക്തരാകുന്നു. അവരുടെ മനസ്സ് അതിൽ ബന്ധിതരാകുന്നു. ആ അദുഃഖ അസുഖ വേദനകളുടെ ആസ്വാദനം മൂലം അവരുടെ മനസ്സ് അതിൽ ബന്ധിതമാകുന്നു. അതിനാൽ അവരുടെ മനസ്സ് ഉള്ളിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് എന്ന് പറയപ്പെടുന്നു. മിത്രങ്ങളെ, ഇപ്രകാരമാണ് വിജ്ഞാനം ഉള്ളിൽ ഒട്ടിപ്പിടിക്കുന്നത്.
ഇവിടെ പറയുന്ന ഈ 4 ധ്യാനങ്ങളിലും ഉണ്ടാകുന്ന ഒരു കാര്യത്തിലും, അതായത് പീതി, സുഖം, ചിത്തത്തിൻ്റെ ഏകാഗ്രത, ഇതിലൊന്നും തന്നെ നമ്മുടെ മനസ്സ് ഒട്ടിപ്പിടിക്കരുത് എന്നാണ് പറയുന്നത്. മിത്രങ്ങളെ, എപ്രകാരമാണ് ഉള്ളിൽ വിജ്ഞാനം ഒട്ടിപ്പിടിക്കാതിരിക്കുന്നത്? മിത്രങ്ങളെ, ഒരു ഭിക്ഷു കാമങ്ങളില്ലാതെ, അകുശല ധർമ്മങ്ങളില്ലാതെ 1-ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. എന്നാൽ അവരുടെ മനസ്സിൻ്റെ വിജ്ഞാനം ആ പീതി സുഖത്തിൽ പെടുന്നില്ല. ആ പീതി സുഖത്തിൽ അവർ ബന്ധിതരാകുന്നില്ല, ആസക്തരാകുന്നില്ല. ആ പ്രീതി സുഖത്തെ അവർ ആസ്വദിച്ചുകൊണ്ട് ബന്ധനം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അവരുടെ മനസ്സ് ഉള്ളിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. വീണ്ടും ഭിക്ഷുക്കളെ ആ ഭിക്ഷു 2-ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അവരുടെ വിജ്ഞാനം എന്ന് പറയുന്നത് സമാധി മൂലമുള്ള ആ പീതി സുഖത്തിൻ്റെ പുറകെ പോകുന്നില്ല. ആ പീതി സുഖത്തിൽ അവർ ബന്ധിതരാകുന്നില്ല, ആസക്തി ഉണ്ടാകുന്നില്ല. ആ പീതി സുഖത്തിൽ അവർ ആസ്വാദനം കണ്ടെത്തുന്നില്ല. ആ പീതി സുഖത്തെ അവർ ആസ്വദിക്കുന്നില്ല. അപ്പോൾ അവരുടെ വിജ്ഞാനം ആ പീതി സുഖത്തിൻ്റെ പുറകെ പോകുന്നില്ല. വീണ്ടും ഭിക്ഷുക്കളെ ആ ഭിക്ഷു 3-ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അവരുടെ വിജ്ഞാനം ഉപേക്ഷയുടെ പുറകെ പോകുന്നില്ല. ആ ഉപേക്ഷയുമായിട്ട് അവരുടെ മനസ്സ് ബന്ധിതമല്ല, ആസക്തമല്ല. ആ ഉപേക്ഷയെ അവർ ആസ്വദിച്ചുകൊണ്ട് സ്വയം ബന്ധനസ്ഥർ ആവുന്നില്ല. അപ്പോൾ അവരുടെ മനസ്സ് ഉള്ളിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. വീണ്ടും ഭിക്ഷുക്കളെ ആ ഭിക്ഷു 4-ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അവരുടെ വിജ്ഞാനം അദുഃഖം, അസുഖം എന്ന് പറയുന്ന ആ വേദനയിൽ പുറകെ പോകുന്നില്ല. അദുഃഖം, അസുഖം എന്ന് പറയുന്ന സമയത്ത് ന്യൂട്രലായിട്ടുള്ള വേദന. അവരുടെ വിജ്ഞാനം അദുഃഖം, അസുഖം ആയിട്ടുള്ള ആ വേദനയുമായിട്ട് ആസക്തമാകുന്നില്ല, ബന്ധിതമാകുന്നില്ല. ആ അദുഃഖ, അസുഖ വേദനകളെ അവർ ആസ്വദിക്കുന്നില്ല. അതിനാൽ അവർ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. അതിനാൽ അവരുടെ മനസ്സ് ഉള്ളിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. ഇപ്രകാരമാണ് അവരുടെ വിജ്ഞാനം ഉള്ളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നത്. ഭിക്ഷുക്കളെ, എപ്രകാരമാണ് അവർക്ക് ഈ ഉപാദാനം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കൽ മൂലം മനസ്സിന് പ്രയാസം ഉണ്ടാകുന്നത്? മിത്രങ്ങളെ, ഒരു സാധാരണ വ്യക്തി, ആ വ്യക്തി ഒരിക്കലും ആര്യന്മാരെ കണ്ടിട്ടില്ല, ആര്യധർമ്മത്തിൽ പ്രാവീണ്യം നേടിയിട്ടില്ല, ആര്യധർമ്മത്തെ ആ വ്യക്തി അറിയുന്നില്ല, സത്പുരുഷന്മാരെ ആ വ്യക്തി കണ്ടിട്ടില്ല, സത്പുരുഷ ധർമ്മത്തിൽ പ്രാവീണ്യം നേടിയിട്ടില്ല, സത്പുരുഷ ധർമ്മത്തെക്കുറിച്ച് ആ വ്യക്തി അറിയുന്നില്ല. ആ വ്യക്തി രൂപത്തെ തൻ്റെ എന്ന് കരുതുന്നു, താൻ രൂപമാണ് എന്ന് കരുതുന്നു, രൂപം തന്നിലാണ് എന്ന് കരുതുന്നു, താൻ രൂപത്തിലാണ് എന്ന് കരുതുന്നു. എന്നാൽ അവരുടെ ആ രൂപം എന്ന് പറയുന്നത് ക്ഷയിക്കുന്നു, നശിക്കുന്നു. അപ്പോൾ അവരുടെ വിജ്ഞാനം എന്ന് പറയുന്നത് ആ ക്ഷയിക്കുന്ന രൂപത്തിൽ ആസക്തരാകുന്നു. അതുമൂലം അവരുടെ മനസ്സിൽ പ്രയാസം ഉണ്ടാകുന്നു. എന്തെന്നാൽ അവരുടെ മനസ്സ് ആ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന രൂപത്തിൽ ആസക്തമാണ്. എന്തെന്നാൽ പ്രകൃതിയാൽ അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതുമൂലം അവർ ഭയപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, മനസ്സിൽ ദുഃഖമുണ്ടാകുന്നു, മനസ്സിൽ ചിന്തയുണ്ടാകുന്നു. ആ ബന്ധനം മൂലം അവർക്ക് മനസ്സിൽ കഷ്ടത ഉണ്ടാകുന്നു. അതേപോലെ തന്നെ അവർ വേദനയെ, സംഖ്യയെ, സംസ്കാരത്തെ, വിജ്ഞാനത്തെ അത് താനെന്ന് കരുതുന്നു. തന്നിൽ ഈ മനസ്സിൻ്റെ 4 സ്കന്ധങ്ങളും ഉണ്ടെന്ന് കരുതുന്നു. വേദന, സംഖ്യ, വിജ്ഞാനം, സംസ്കാരം, ഇത് മനസ്സിൻ്റെ 4 സ്കന്ധങ്ങൾ തന്നെയാണ്. ഈ 4 സ്കന്ധങ്ങൾ തന്നിലാണ് എന്ന് കരുതുന്നു. താൻ ഈ 4 സ്കന്ധങ്ങളാണ് എന്ന് കരുതുന്നു. എന്നാൽ അവരുടെ മനസ്സിൻ്റെ ഈ 4 സ്കന്ധങ്ങളും ക്ഷയിക്കുന്നു, ഇല്ലാതാവുന്നു. അപ്പോൾ അവരുടെ വിജ്ഞാനം ഈ 4 സ്കന്ധങ്ങളിലും ഒട്ടിപ്പിടിക്കുന്നു. എന്നാൽ ഈ സ്കന്ധങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഈ 4 സ്കന്ധങ്ങളിലും ഒട്ടിപ്പിടിക്കുന്ന അവരുടെ മനസ്സ് മൂലം അവർക്ക് മനസ്സിൽ പ്രയാസമുണ്ടാകുന്നു. അത് പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള ധർമ്മം തന്നെയാണ്. അതുമൂലം അവർ ഭയക്കുന്നു, അവർക്ക് മനസ്സിൽ പ്രയാസമുണ്ടാകുന്നു, കഷ്ടമുണ്ടാകുന്നു. ആ ഉപാദാനം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കൽ മൂലം അവരുടെ മനസ്സിൽ പ്രയാസമുണ്ടാകുന്നു. അങ്ങനെയാണ് മിത്രങ്ങളെ ആസക്തി മൂലം അവർക്ക് മനസ്സിൽ പ്രയാസം, കഷ്ടപ്പാട് ഉണ്ടാകുന്നത്. മിത്രങ്ങളെ, അവർ മനസ്സുകൊണ്ട് ഒട്ടിപ്പിടിക്കാതെ എപ്രകാരമാണ് പ്രയാസമില്ലാതെ ജീവിക്കുന്നത്? മിത്രങ്ങളെ, ഇവിടെ ഒരു ആര്യശ്രാവകനുണ്ട്. ആ വ്യക്തി ആര്യധർമ്മത്തെപ്പറ്റി കേട്ടിട്ടുണ്ട്, ആര്യന്മാരെ കണ്ടിട്ടുണ്ട്, ആര്യധർമ്മത്തിൽ പ്രാവീണ്യമുള്ള വ്യക്തിയാണ്, ആര്യധർമ്മത്തെ അറിയുന്ന വ്യക്തിയാണ്. ആ വ്യക്തി സത്പുരുഷന്മാരെ കണ്ടിട്ടുണ്ട്, സത്പുരുഷ ധർമ്മത്തിൽ പ്രാവീണ്യമുള്ള വ്യക്തിയാണ്, സത്പുരുഷ ധർമ്മത്തെ അറിയുന്ന വ്യക്തിയാണ്. അവർ രൂപത്തെ താനെന്ന് കരുതുന്നില്ല, താൻ രൂപമാണ് എന്ന് കരുതുന്നില്ല, രൂപം തന്നിലാണ് എന്ന് കരുതുന്നില്ല, തന്നിൽ രൂപമുണ്ട് എന്ന് കരുതുന്നില്ല. അവരുടെ ആ രൂപം ക്ഷയിക്കുന്ന സമയത്ത്, ഇല്ലാതാകുന്ന സമയത്ത്
ആ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ അവരുടെ വിജ്ഞാനം ആസക്തമാകുന്നില്ല. അതുമൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിൽ അവരുടെ മനസ്സ് ആസക്തമാകാതിരിക്കുന്ന സമയത്ത് പ്രകൃതിയായുള്ള ധർമ്മമനുസരിച്ച് അവരുടെ മനസ്സിൽ ഒട്ടും തന്നെ പ്രയാസമുണ്ടാകുന്നില്ല. അതുമൂലം അവർക്ക് ഭയപ്പാടുണ്ടാകുന്നില്ല, ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല, കഷ്ടപ്പാടുണ്ടാകുന്നില്ല. ആ ഒട്ടിപ്പിടിക്കൽ മൂലം അവരുടെ മനസ്സിന് പ്രയാസവും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ അവർ വേദനയെ, സംഖ്യയെ, വിജ്ഞാനത്തെ, സംസ്കാരത്തെ ഒന്നും തന്നെ താനായിട്ട് കരുതുന്നില്ല. തന്നിൽ ഈ 4 സ്കന്ധങ്ങൾ ഉണ്ട് എന്ന് കരുതുന്നില്ല. 4 സ്കന്ധങ്ങളും തന്നിലാണ് എന്ന് കരുതുന്നില്ല. തന്നിൽ 4 സ്കന്ധങ്ങളും ഉണ്ട് എന്ന് കരുതുന്നില്ല. അപ്പോൾ അവരുടെ ഈ 4 സ്കന്ധങ്ങൾ, വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം, ഇവ ക്ഷയിക്കുന്നു, നഷ്ടമാകുന്നു. അപ്പോൾ ക്ഷയിക്കുന്ന, നഷ്ടമാകുന്ന ഈ 4 സ്കന്ധങ്ങളോട് അവർക്ക് ആസക്തി ഉണ്ടാകുന്നില്ല. ആസക്തി ഉണ്ടാകാത്തത് മൂലം അവരുടെ 4 സ്കന്ധങ്ങൾ അവർ ആസക്തി വയ്ക്കാത്തത് മൂലം അവരുടെ മനസ്സിൽ ഒരിക്കലും പ്രയാസമുണ്ടാകുന്നില്ല. അതിനാൽ അതുമൂലം അവർ ഭയക്കുന്നില്ല, കഷ്ടപ്പെടുന്നില്ല, ബുദ്ധിമുട്ടുന്നില്ല. അതിൻ്റെ ഒട്ടിപ്പിടിക്കൽ മൂലം അവർക്ക് മനസ്സിൽ ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇങ്ങനെയാണ് അവർ ഒട്ടിപ്പിടിക്കാതെ മനസ്സിൽ കഷ്ടം അനുഭവിക്കാതെ ഇരിക്കുന്നത്. മിത്രങ്ങളെ, ഭഗവാൻ ഈ സംക്ഷിപ്തമായിട്ടുള്ള ഉപദേശത്തെ തന്നു. അതിനുശേഷം ഇതിനെ വിസ്തൃതമാക്കാതെ അദ്ദേഹം തൻ്റെ വിഹാരത്തിലേക്ക് പോയി. ഒരു ഭിക്ഷു ഇങ്ങനെ നിരീക്ഷണം ചെയ്യണം. അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ വിജ്ഞാനം എന്ന് പറയുന്നത് പുറത്ത് വിക്ഷിപ്തമായി പോകരുത്, അകത്തും ഒട്ടിപ്പിടിക്കരുത്. ഉപാദാനം മൂലം അതിനാൽ അവർ കഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ മനസ്സിൽ കഷ്ടപ്പാട് ഉണ്ടാകുന്നില്ല. അതിനാൽ അവർക്ക് ദുഃഖസമുദയം ഉണ്ടാകുന്നില്ല. പുനർജന്മമോ വാർദ്ധക്യമോ മരണമോ ഭാവിയിൽ ഒരിക്കലും ഉണ്ടാകുന്നില്ല. മിത്രങ്ങളെ, ഇപ്രകാരമാണ് ഞാൻ ഈ ചുരുക്കി പറഞ്ഞ പ്രസ്താവനയുടെ വിസ്തൃതമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഭഗവാന്റെ അടുത്ത് പോകാം. എന്നിട്ട് ഇതിനെപ്പറ്റി അദ്ദേഹത്തോട് ചോദിക്കാം. എന്നിട്ട് ഭഗവാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഓർക്കാവുന്നതാണ്. അതിനുശേഷം ആ ഭിക്ഷുക്കൾ ആയുഷ്മാൻ മഹാകച്ചാൻ പറഞ്ഞത് അംഗീകരിച്ചു, അതിനെ സ്വീകരിച്ചു. അതിനുശേഷം അവരുടെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം അവർ ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. എന്നിട്ട് ഭഗവാനോട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. എന്നിട്ട് ഇതും കൂടി പറഞ്ഞു, ബന്ദേ ആയുഷ്മാൻ മഹാകച്ചാനൻ ഈ പ്രസ്താവനയുടെ അർത്ഥം വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നു. ഇത്തരം വാക്കുകളാണ്, പദങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭിക്ഷുക്കളെ, മഹാകച്ചാനൻ പണ്ഡിതനാണ്, മഹാകച്ചാനൻ മഹാപ്രജ്ഞവാനാണ്. നിങ്ങൾ ഇതേ ചോദ്യം എന്നോട് ചോദിക്കുകയാണെങ്കിലും ഞാൻ കൃത്യമായിട്ട് ഇതേ രീതിയിൽ തന്നെയാണ് ഉത്തരം തരിക. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ഓർത്തു വയ്ക്കേണ്ടത്. അതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ആ ഭിക്ഷുക്കൾ ഭഗവാന്റെ വചനത്തിൽ തൃപ്തരായി അദ്ദേഹം പറഞ്ഞതിനെ അഭിനന്ദിച്ചു. ഉദ്ദേശവിഭംഗ സൂത്രം നിഠിതം. സുഹൃത്തുക്കളെ, സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികൾ ആകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.